നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. പറയിപ്പറ്റ പന്തിരുകുലത്തിൽ വരരുചിയുടെയും പഞ്ചമിയുടെയും മക്കളായ 10 മക്കൾ അങ്ങനെ വളരുകയാണ്. വളരെയേറെ സിദ്ധികളുള്ളവരാണ് ഓരോരുത്തരും, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. പാക്കനാരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിനുള്ള സിദ്ധികളിൽ പരലോകത്തെ കാര്യങ്ങൾ അറിയുന്നതിനു കൂടിയുള്ള ഒരു സിദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സിദ്ധി വരാൻ കാരണം അദ്ദേഹത്തിന് ഇങ്ങനൊരു സിദ്ധി, പരലോകത്തെ കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാരണം. ഒരു കഥയുണ്ട്, അട്ട തിന്നുന്ന കഥ. ആ കഥയല്ല, പാക്കനാരും ഭാര്യയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊട്ടയും മോറൊക്കെ വിൽക്കാനായിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെ പോണേ. അപ്പോൾ എതിരെ വരുന്ന ഒരാൾക്ക് വഴി മാറിക്കൊടുക്കാനുള്ള സ്ഥലമില്ല, ഒന്ന് പുറകോട്ട് നടക്കുന്നതിന് നിവർത്തില്ല. അങ്ങനെ ചെന്നപ്പോൾ എതിരെ ഒരു നമ്പൂതിരി വരുന്നുണ്ടായിരുന്നു, ബ്രാഹ്മണൻ. അദ്ദേഹം വരുമ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ വഴിയടക്കാൻ പറ്റണ്ടായില്ല, പാക്കനാർ കൊട്ടയും വെട്ടിയൊക്കെ കൊണ്ടത് ഇങ്ങനെ വലിയതുപോലെയല്ലേ വരണത്, ഇതിപ്പോൾ എങ്ങനെ ചെയ്യണം, ഞാൻ വഴി മാറേണ്ടി വരുമോ, ഞാൻ പുറകോട്ട് കിടക്കേണ്ടി വരുമോ പാക്കനാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പാക്കനാരും ഭാര്യയും ഒരുമിച്ച് ഒരു വശത്തേക്ക്. അപ്പോൾ പാക്കനാർ പറഞ്ഞു, ഞാൻ തന്നെ മാറിക്കോളാം എന്ന് പറഞ്ഞ് പതുക്കെ 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 ഈ ഭാരം ചുമന്നുകൊണ്ട് പുറകോട്ട് മാറി വഴിയുണ്ടാക്കി നമ്പൂതിരിക്കും സംഘത്തിനും കടന്നു പോകാനായിട്ട് അവസരം സൃഷ്ടിച്ചു. നമ്പൂതിരി ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞപ്പോഴാണ് പാക്കനാരുടെ ഭാര്യ പാർവതി ഈ നമ്പൂതിരിയെ കണ്ടു. ഓ, ഈ തമ്പുരാനാണോ നമുക്കെതിരെ വന്നേ? ഇങ്ങനെ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ, കാരണം മകളെ ഭാര്യയായി വെച്ചോണ്ടിരിക്കണ നമ്പൂതിരി അല്ലേ ഇത് എന്നൊരു കമൻറ്റ് പാസ്സാക്കി. മകളാണ് എന്താ പറഞ്ഞ നീ എന്ന് ചോദിച്ചു പാക്കനാർ. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹേ പ്രായപൂർത്തിയായ മകളെ വെളിയഴിച്ചു കൊടുക്കണില്ല, സ്വന്തം ഭാര്യയ്ക്ക് വെച്ചോണ്ടാണ് ജീവിക്കണേ. അതെയോ? അപ്പം പാക്കനാർ പറഞ്ഞു, ഒരട്ട ബാക്കി ഉണ്ടായിരുന്നത് ഇതാ, അതിപ്പം നീയും എടുത്തു, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അട്ടകളൊന്നുമില്ല. അട്ടയോ? എന്താ അട്ടയുടെ കാര്യം പറയണേ? ഈ കഥ ഈ അട്ടയും തമ്മിൽ എന്താ ബന്ധം വീണ്ടും ചോദിച്ചു പാർവതി. ബന്ധം ഞാൻ പറയാം എന്ന്. ബന്ധം പറഞ്ഞപ്പോൾ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ആളാണ് ഭൂമിയിലുള്ളവരുടെ ജീവിതകാലത്തെ നന്മജന്മങ്ങളുടെ കണക്കൊക്കെ കുറിച്ച് വയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ട്, ദോഷങ്ങളും ചെയ്തിട്ടുണ്ട്. ദോഷങ്ങൾ ചെയ്തത് അദ്ദേഹം എന്താണെന്ന്, ഒരു ദിവസം അദ്ദേഹം ചെയ്ത ഒരു മഹാപാപമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാധാരണ പോലെ ഭക്ഷണത്തിന് അരി അടുപ്പത്ത് വെച്ചു. അരി വെന്ത് നോക്കാറായപ്പോൾ ഇതിൽ എങ്ങനെയോ അരി അടുപ്പത്ത് വെച്ച് വീണിട്ടുള്ളതിൽ ധാരാളം അരി, പുറത്ത് 5-6 പണിക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് അവർക്ക് കൂടി ഭക്ഷണം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അരി വലിയ പാത്രത്തിൽ വെച്ചു. അരി അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് വാർക്കാനായിട്ട് അരി ഇങ്ങനെ വാർത്ത് കഴിഞ്ഞിട്ട് നിവർത്തി ഇങ്ങോട്ട് വെച്ചപ്പോൾ അതിൻ്റെ മീതേക്ക് ഒരു അട്ടയും വീണു. മോളിൽ നിന്ന് എവിടുന്നോ മറന്നു വന്നൊരട്ട വന്നു. അപ്പോൾ അന്തർജനം അയ്യോ, ഇത്രയും ചോറ് വെച്ചതിലേക്ക് ഒരട്ട വീണുല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ ചോറ് മുഴുവൻ കളയേണ്ടി വരുമോ എന്നാണ്. അപ്പോൾ നമ്പൂതിരി വന്ന് നോക്കി പട്ടണം, നീ ആ അട്ട ഉണ്ട് കളയേ എന്ന്. അട്ട എടുത്ത് കളഞ്ഞ് അത് പൂശി വെച്ചിട്ട് അട്ട വീണ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും, നമുക്ക് പറ്റില്ല കഴിക്കാൻ, ഒരു കാര്യം ചെയ്ത് മാറ്റി വയ്ക്കുക. പുറമേ പണിയെടുക്കണ പണിക്കാരുണ്ടല്ലോ, അവരിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ അട്ട വീണ ചോറ് അവർക്ക് കൊടുക്കാം. അട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു അറപ്പും ഒരു പുകയുള്ള ജീവിയല്ലേ. മാറ്റി അവിടെ വെച്ചു. നമുക്ക് ഊണ് കഴിക്കാൻ അരി വേറെ വയ്ക്കുക. അങ്ങനെ വേറെ അരി വെച്ച് ഭാര്യയും ഭർത്താവും ഊണും വെച്ചു. അട്ട വീണ ചോറ് പണിക്കാർക്കും കൊടുത്തു. മഹാപാപമാണ് ആ ചെയ്യുന്നത്. അട്ട വീണ് ഉപയോഗശൂന്യമായ വൃത്തിയില്ലാത്ത ഭക്ഷണം പുറത്തുള്ളവർക്ക് കൊടുത്തു. അത് മഹാപാപം. അതിനെന്താണ്
യമലോകത്ത് മരണം കഴിഞ്ഞ് ചെന്നാൽ ഈ നമ്പൂതിരിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നവിടെ ആലോചിച്ച് യമധർമ്മനും ചിത്രഗുപ്തനും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കുന്നോളം അട്ട ഒരൊട്ട അട്ടയങ്ങൾ ഇതാക്കാം. അട്ട മുഴുവൻ നമ്പൂതിരിയെ കൊണ്ട് അവിടെ തീറ്റിക്കണം. മരിച്ചു കഴിഞ്ഞവിടെ ചെല്ലുമ്പോൾ അയ്യോ അട്ടയിട്ട ചോറ് പണിക്കാർക്ക് അറിയാതെ കൊണ്ട് കൊടുത്തതിനുള്ള ശിക്ഷ ശിക്ഷ ഇത് തന്നെയാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ അട്ടയും വെച്ചുകൊണ്ടിരിക്കുക. നമ്പൂതിരി ഈ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷമായി. അദ്ദേഹം അന്വേഷിച്ചു, എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുക, എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ എൻ്റെ നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ ചിത്രഗുപ്തൻ്റെ വലിയൊരു ഭക്തനുമാണ് ഈ തിരുമേനി. അദ്ദേഹം എന്നും കിടക്കുമ്പോൾ ചിത്രഗുപ്തനെ പ്രാർത്ഥിക്കും. ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങ് ചെയ്തത് മഹാപാപമാണ്, അങ്ങേക്ക് മരണം സംഭവിച്ച് യമലോകത്ത് വരുമ്പോൾ ഒരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷ? ഒരു കുന്നോളം അട്ടകളെ അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ അങ്ങ് തിന്നണം, തീറ്റിക്കും, അട്ടിച്ച് തീറ്റിക്കും ഞങ്ങൾ. അയ്യോ ഒരു കുന്നട്ടകളെയോ, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണത്? എനിക്കൊരു മാർഗം ഉപദേശിച്ച് തരൂ ചിത്രഗുപ്ത, എനിക്കിങ്ങനെ അട്ടകളെയൊന്നും തിന്നാൻ പറ്റില്ല. അപ്പം നമ്പൂതിരിയുടെ ഈ അപേക്ഷയൊക്കെ കേട്ടപ്പോൾ ചിത്രഗുപ്തൻ എന്ത് പറഞ്ഞു? അങ്ങൊരു കാര്യം ചെയ്യൂ, യൗവനയുക്തയായ മകളുണ്ടല്ലോ കൂടെ താമസം, അതുകൊണ്ട് ഇപ്പം തൽക്കാലം വെളിയൊഴിച്ചു കൊടുക്കണ്ട, എന്നിട്ടോ അങ്ങയുടെ ശുശ്രൂഷാദി കാര്യങ്ങളൊക്കെ ആ കുട്ടി അങ്ങടെ ഏൽപ്പിച്ചോളൂ. അങ്ങയെ ഒരു ഭാര്യയെ പോലെ അടുത്ത് നിന്ന്, മറ്റൊന്നുമല്ല മകളാണ് എന്ന് അങ്ങയ്ക്ക് ഓർമ്മയുള്ള, അച്ഛനാണെന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പുറമേ നിന്ന് കാണുന്നവർക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കണമെന്നുള്ള തോന്നൽ ഉളവാക്കുന്ന വിധത്തിൽ അങ്ങ് ജീവിച്ചോളൂ എന്ന്. അയ്യോ, അപ്പം അങ്ങ് തെറ്റൊന്നും ചെയ്യുന്നില്ല, എപ്പോഴും മകളാണെന്ന ചിന്ത വേണം. ആ കുട്ടി തെറ്റൊന്നും ചെയ്യുന്നില്ല, അച്ഛനാണെന്നുള്ള ചിന്ത വേണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഇത് കാണുന്നവർ, നമ്പൂതിരിയും മകളും കൂടിയുള്ള ജീവിതം കാണുന്നവർ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും പുത്രിയെ തെറ്റായി കാണുന്നില്ല എന്ന്. പക്ഷെ അങ്ങയുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറയുന്നു. എന്ത്, മകളെ ഭാര്യയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെ പറയുന്നവർക്ക് ആരുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുവോ അവർക്ക് ഒരാട്ടെ കൊടുക്കും, തിന്നാൻ അവരെ കൊണ്ട് തീറ്റിക്കും. അങ്ങനെ അങ്ങയും മകളും കൂടിയുള്ള ഈ അഭിനയ ജീവിതം കണ്ട് വാസ്തവമറിയാതെ അങ്ങയെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഈ അട്ടയെ തിന്നു തീർക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങയ്ക്ക് അട്ടയെ തിന്നേണ്ടി വരില്ല. അന്ന് മുതൽക്ക് ബ്രാഹ്മണനും മകളോട് കാര്യം പറഞ്ഞ് ഇവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ജീവിച്ച് കാണുന്നവരൊക്കെ പറയും, കണ്ടില്ലേ വയസ്സാം കാലത്ത് ആ തിരുമേനിയുടെ ഒരു ദുർമോഹം, സ്വന്തം മകളാ ഇപ്പോൾ ഭാര്യ, കണ്ടില്ലേ നടക്കണേ, കണ്ടില്ലേ പ്രവർത്തികൾ എന്നിങ്ങനെ പറയണോർക്കൊക്കെ അട്ട പങ്കുവച്ചു കൊടുത്ത് കഴിഞ്ഞ് ഇനി പട്ടകളൊന്നുമില്ല. പാക്കനാരും ഭാര്യയും കൂടി വഴി മാറിക്കൊടുത്തിട്ട് പാക്കനാരുടെ ഭാര്യ പാർവതി പറയുക, വളരെ സ്വാധുവായ സ്ത്രീയാണ് അദ്ദേഹം, എന്നിട്ട് പോലും പതിവ്രതയായ പാർവതി എന്ന് പറഞ്ഞു, ഈ തിരുമേനിയാണോ നമ്മളെ ഈ ഭാരവും ചുമന്നുകൊണ്ട് പുറകോട്ട് നടത്തി വഴി മാറ്റിച്ചത്? ഇദ്ദേഹം ഇത് ചെയ്യാണ്ടിരിക്കില്ല, കാരണം മകളെ ഭാര്യയ്ക്ക് വെച്ചോണ്ടിരിക്കണമാണ്. അപ്പോൾ പാർവതിയും പറഞ്ഞൊരു കുറ്റം. അതാണ് പാക്കനാർ പറഞ്ഞത്, ഒരു കുന്ന് അട്ട നമ്പൂതിരിയെ കൊണ്ട് തീറ്റിക്കാനായിട്ട് ചിത്രഗുപ്തൻ സംഭരിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് വാസ്തവമറിയാതെ തിരുമേനിയുടെയും മകളുടെയും അഭിനയ ജീവിതം കണ്ട് കുറ്റം പറഞ്ഞവർക്കൊക്കെ കൊടുത്ത് ഇനി ഒരട്ടേ ബാക്കി ഉണ്ടാകുള്ളൂ. അതുപോലും നമ്പൂരിക്ക് തിന്നേണ്ടി വന്നില്ല. കാരണം എന്താ, ഇപ്പം ആ ഒരട്ട ബാക്കി ഉണ്ടായിരുന്നത് പാർവതി നിനക്ക് വെച്ചിട്ടുണ്ട് അവിടെ. എന്താ, നീയും പറഞ്ഞില്ലേ ഇപ്പം അദ്ദേഹത്തിനെ കുറ്റം, മകളെ ഭാര്യയ്ക്ക് വെച്ചേക്കുന്നു, വാസ്തവമല്ലോ അറിഞ്ഞട്ടോ എന്ന് ചോദിച്ചു. ഇതാണ് പാക്കനാർ പാർവതിയെ കൊണ്ട് അട്ട തീറ്റിച്ച കഥ. പരലോകത്തെ കാര്യങ്ങൾ അറിയാവുന്ന പാക്കനാർ നമ്പൂതിരിക്ക് തിന്നാനായി മകളെ ഭാര്യയാക്കി അഭിനയ ജീവിതം ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അട്ട വീണ ചോറ് വേലക്കാർക്ക് കൊടുത്തു. ഉചിതമല്ലാത്ത, വൃത്തിയില്ലാത്ത, ശുദ്ധിയില്ലാത്ത ഭക്ഷണം അറിയാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർക്കുള്ള
ശിക്ഷയാണ്. അട്ട വീണ ചോറ് കൊടുത്ത നമ്പൂതിരിക്ക് അട്ടയെ തിന്നേണ്ടി വരും. ആ അട്ടയെ മുഴുവൻ വാസ്തവമറിയാതെ തിരുമേനിയെ കുറ്റപ്പെടുത്തുന്ന, അഭിനയ ജീവിതത്തെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവർ പങ്കിട്ട് തിന്നു തീർക്കും. ആ കഥയാണ് പാക്കനാരുടെ പരലോക സിദ്ധി, അറിവ്. അതാണ് ഈ കഥ. അങ്ങനെ പാക്കനാരുടെ ഈ സിദ്ധിയും നമ്പൂതിരി ചെയ്ത തെറ്റും ബ്രാഹ്മണൻ ചെയ്ത തെറ്റും അതിന് പരലോകത്ത് കരുതി വച്ച ശിക്ഷയും, ആ ശിക്ഷയിൽ നിന്ന് ബ്രാഹ്മണൻ രക്ഷപ്പെട്ട കാര്യവും രക്ഷപ്പെട്ട കർമ്മസിദ്ധിയും എല്ലാം ഈ കഥയിലുണ്ട്. ഈ കഥ സത്യം, ധർമ്മം, നീതി ഇതൊക്കെ കൈവിടാതെ കണ്ട് ജീവിക്കുന്നവർക്കാണ് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാവുക. പരലോകത്തെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെയുള്ള നമ്മൾ കാണുന്നതല്ലാതെ കൂടുതൽ കാണുക, നമ്മൾ കേൾക്കുന്നതല്ലാതെ കൂടുതൽ കേൾക്കുക. അങ്ങനെ നമ്മുടെ ജ്ഞാനം, ഇന്ദ്രിയ ജ്ഞാനം ഒരുപാട് കൂടുക, അതുണ്ടാവുക. അതുകൊണ്ട് അതൊക്കെ ശരീരത്തിനുണ്ടാകും. ജന്മം എവിടെ എന്നതല്ല ഇവിടെ പ്രധാനം. പിന്നെയോ കർമ്മം എങ്ങനെയാണ് എന്നുള്ളതാണ്. ജന്മം കൊണ്ട് ബ്രാഹ്മണനായ ഒരാളുടെ പ്രവൃത്തി മോശമാണെങ്കിൽ ഒരു കാര്യമില്ല. ജന്മം കൊണ്ട് പറയനായ ഒരാളുടെ കർമ്മം വളരെ നല്ലതാണെങ്കിൽ അതാണ് പ്രയോജനം എന്നുള്ളൊരു തത്വം കൂടെ ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട്. ജന്മം എന്തുമാകട്ടെ, കർമ്മം നല്ലതാകട്ടെ, അതാണ് ഈ കഥയിലെ ഗുണപാഠം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. പറയിപ്പറ്റ പന്തിരൂലത്തിലെ കഥകൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശരി തന്നെ, ഒന്നുകൂടെ കേട്ടോളൂ. കേൾക്കാത്തവർക്ക് ഇതൊരു പുതിയ അറിവല്ലേ. കഥകൾ കേൾക്കും. കഥകൾ എന്നും നല്ലതല്ലേ. പറയിപ്പറ്റ പന്തിരൂലം അത് നമ്മുടെ നാടിൻ്റെ ഐതിഹ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്ന സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും കഥകൾ കേൾക്കൂ. മറ്റുള്ളവരെ കേൾക്കാനായിട്ട് സാഹചര്യങ്ങൾ പരിശ്രമിക്കൂ, കേൾപ്പിക്കാൻ പരിശ്രമിക്കൂ. എല്ലാവർക്കും നന്ദി.